നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPL ഇന്നലെ RCB DC തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. 6 വിക്കറ്റിൻ്റെ വിജയമാണ് അവർ നേടിയത്. 163 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് എത്തുമ്പോൾ RCB ഒന്ന് പരിങ്ങിയതാണ്. പക്ഷേ കിങ് കോഹ്ലിയും കൃണാൽ പാണ്ഡ്യയും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് ടീമിനെ രക്ഷിച്ചത്. കൃണാൽ പാണ്ഡ്യയുടെ കിടിലൻ പ്രകടനം എടുത്തു പറയണം. പക്ഷെ അപ്പോഴും ടീമിൻ്റെ വിജയത്തിന് അടിത്തറയിട്ട വിരാട് കോഹ്ലിയെ കാണാതെ പോകരുത്. കോഹ്ലി ഇന്നലെ അർദ്ധ സെഞ്ചുറി നേടി. 47 പന്തിൽ നിന്ന് 4 ഫോറുകളുടെ സഹായത്തോടെ 51 റൺസ്, 108.51 സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ ഇത് കണ്ടിട്ട് ചിലർ കളിയാക്കാൻ ഇറങ്ങുകയാണ്. അതായത് കോഹ്ലി ടെസ്റ്റാണ് കളിക്കുന്നത്, വ്യക്തിഗത നേട്ടത്തിനായിട്ടുള്ള കളിയാണ്. ഇത് 50ക്ക് വേണ്ടിയിട്ടുള്ള കളിയാണ് കളിച്ചത്. കമൻറ്റ് നോക്കുക, കോഹ്ലി ടെസ്റ്റ് മാച്ച് എന്നിട്ടൊരു ചിരിക്കുന്ന ഇമോജി, വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി കളിക്കുന്നു. എന്ത് പറയാനാണെന്നേ. ക്രിക്കറ്റിനെ ഇവിടുന്ന് അങ്ങോട്ട് എറിയുക, അവിടുന്ന് ഇങ്ങോട്ട് അടിക്കുക, ഇങ്ങനെ മാത്രം മനസ്സിലാക്കിയവനോടൊന്നും ഒന്നും പറയാനില്ല. കളി മനസ്സിലാവുന്നവന് മാത്രമേ എന്താണ് ഇന്നലെ കോഹ്ലി ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവുകയുള്ളൂ. ആ കണ്ടീഷൻ അതായിരുന്നു. അത് RCB ബോൾ ചെയ്യുമ്പോഴേ വ്യക്തമായിരുന്നു. കാരണം RCBയുടെ സ്പിൻ ബോളർമാർ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞപ്പോൾ DC-ക്കാർ പണി തരുമെന്ന് ഉറപ്പായിരുന്നു. അവിടുത്തെ കണ്ടീഷൻ അതാണ്. കാരണം DC-ക്ക് വേണ്ടി സ്പിൻ ബോളിംഗ് അറിയാൻ പോകുന്ന അങ്ങനെ ആരെങ്കിലുമല്ല, അക്സർ പട്ടേലും കുൽദീപ് യാദവുമാണ്. അപ്പോൾ പണിയും കൊടുത്തു. അക്സർ വന്നതും 2 വിക്കറ്റ് എടുത്തതും ഒരുമിച്ചായിരുന്നു. ജേക്കബ് ബത്തലും ദേവദത്ത് പടിക്കലും അക്സറിൻ്റെ മുന്നിൽ വീണു. പിന്നാലെ രജത് പട്ടിദാർ റണ്ണൗട്ട് ആവുക കൂടി ചെയ്തപ്പോൾ 26-3 തീർന്നു RCB എന്നായിരിക്കും തോന്നിയിട്ടുണ്ടാവും. കാരണം ഈ 2 മികച്ച ബൗളർമാർ ഇനിയും ഒരുപാട് ഓവറുകൾ എറിയാനുണ്ട്. പക്ഷെ അവിടെ നിന്ന് കാര്യങ്ങൾ കൈവിടാതെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ വിരാട് കോഹ്ലിക്ക് വലിയ പങ്കുണ്ട്. ഈ ലെഫ്റ്റ് ആം സ്പിന്നേഴ്സിന് കൗണ്ടർ ചെയ്യാനുള്ള RCBയുടെ ശ്രമമായിരുന്നു യഥാർത്ഥത്തിൽ കൃണാൽ പാണ്ഡ്യയെ നേരത്തെ ഇറക്കിയത്. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റിലെ കൃണാൽ പാണ്ഡ്യ വരികയും അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കളിക്കുകയും ചെയ്തു. കാരണം പിന്നാലെ വരാൻ വേറെയും ബാറ്റർമാർ ഇല്ലാഞ്ഞിട്ടല്ല. ജിതേഷ് ശർമ്മ ഉണ്ടായിരുന്നു, റൊമാരിയോ, ഷഫേർഡും ടിം ഡേവിഡും ഒക്കെ ഉണ്ടായിട്ടും കൃണാൽ പാണ്ഡ്യയെ കയറ്റിവിട്ടത് ഈ ഒരു കാര്യം കൗണ്ടർ ചെയ്യാനാണ്. അല്ലാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇരിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുക, ഇതല്ല ക്രിക്കറ്റ്. അത് മാത്രമല്ല ക്രിക്കറ്റ്. അങ്ങനെ കണ്ടാൽ പിന്നെ എല്ലാം വളരെ എളുപ്പമാണ്. നേരെ ഇറങ്ങുക, അടിക്കുക. എന്തൊരു സുഖമാണെന്ന്. പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കളിയും തോറ്റ് വീട്ടിലിരിക്കാം. ഇവിടെയാണ് വിരാട് കോഹ്ലി ചേസ് മാസ്റ്റർ ആവുന്നത്. ഒരു കളി എങ്ങനെ ചേസ് ചെയ്യണം, അത് എപ്പോൾ അടിക്കണം, എപ്പോൾ വേഗത കൂട്ടണം, എപ്പോൾ കൂടെ നിൽക്കണം, എപ്പോൾ ലീഡിങ് റോൾ എടുക്കണം, അതൊന്നും ആരും കോഹ്ലിയെ പഠിപ്പിക്കണ്ട. കോഹ്ലി തന്നെ ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകളും നോക്കണം. കോഹ്ലി പറയുന്നു, ഞാൻ ടോട്ടലും നോക്കി, ബോർഡിലുള്ള ടോട്ടൽ കണ്ടീഷൻസ് നോക്കി, ആരൊക്കെയാണ് ഇനി എറിയാനുള്ള ബൗളർമാരെന്നുള്ളത് നോക്കി. സോ ആരാണ് നമുക്ക് റണ്ണെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ബൗളർമാർ എന്നുള്ളത് ശ്രദ്ധിച്ചു. എന്നിട്ട് എൻ്റെ സിംഗിൾസും ഡബിൾസും സ്റ്റോപ്പ് ചെയ്യില്ല എന്നുള്ളത് ഞാൻ ഉറപ്പാക്കിയായിരുന്നു. ദെൻ ഓൺ ബൗണ്ടറീസ് കിട്ടുക ഇൻ ബിറ്റ്വീൻ. സോ അതിലായിരുന്നു ഓൾവേസ് എൻ്റെ ഫോക്കസ്. ഇതാണ് ചേസിങ്ങിൻ്റെ തന്ത്രം. കോഹ്ലി പറയുന്നു, I look at the total on the board, the conditions, the bowlers who are due to bowl, who are the bowlers who are going to be hard to get away. I try and make sure my singles and doubles don't stop, and then you keep getting the odd boundary in between. So that is always been my focus. ഇതാണ് ടെസ്റ്റ് കളിച്ചു എന്ന് പറയുന്നവന് കളി അറിയില്ല എന്ന് പറയുന്നത്. കളി അറിയാത്തവൻ അങ്ങനെ പറയാൻ പറ്റൂ. ഇതാണ് ചേസിങ്ങിൻ്റെ വിജയമന്ത്രം. അത് കൃത്യമായിട്ട് കോഹ്ലി ഇന്നലെ നടപ്പാക്കുന്നതാണ് കണ്ടത്. പിന്നെ കൃണാൽ കോഹ്ലിയോട് പറഞ്ഞത് എന്താ, അതുകൂടി കോഹ്ലി പറയുന്നുണ്ട്. കൃണാൽ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ നിൽക്കുക, വിക്കറ്റ് പോവാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ ചാൻസ് എടുത്ത് കളിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, കൃണാൽ kept telling me to stay while he took his chances. ഞങ്ങൾ കൃത്യമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി എന്ന് കോഹ്ലി പറയുന്നുണ്ട്. കൃണാലും പറയുന്നുണ്ട് കളിക്ക് ശേഷം, ഒരുപാട് ക്രെഡിറ്റ് വിരാട് ഭായി കൊടുക്കണം, ലോട്ട്സ് ഓഫ് ക്രെഡിറ്റ് വിരാട്. ഐ വാസ് സ്ക്രാച്ചി അറ്റ് ദി സ്റ്റാർട്ട്. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു ഞാൻ, പക്ഷേ അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നു. സോ അദ്ദേഹം അവിടെ ഉണ്ടാകുമ്പോൾ, മറുഭാഗത്ത് അദ്ദേഹം ഉണ്ടാകുമ്പോൾ, വെൻ ഹീ ഈസ് ദെയർ അറ്റ് ദി അതർ എൻഡ്, ഇറ്റ്സ് ഈസി എന്നാണ് കൃണാൽ പറഞ്ഞത്. സോ കമൻ്റ് ഇട്ടവരും കോഹ്ലി ടെസ്റ്റ് കളിച്ചെന്ന് പറയുന്നവരും കോഹ്ലി വ്യക്തിഗത നേട്ടങ്ങൾക്ക്
വേണ്ടി കളിക്കുകയാണെന്ന് പറയുന്നവരും എന്തറിഞ്ഞു ഈ കളിയെപ്പറ്റി? വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.